ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അനിയനും നാത്തൂനും എല്ലാവരും കൂടെ നമ്മൾ കാടാമ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ ഒരു 5:30 ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. National Highway 544. ഇപ്പോൾ നേരം വെളുത്തു, പകുതി വഴിക്ക് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പോവാണ്. ഇപ്പോൾ ആ കാടാമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലം എത്താറായി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കാടാമ്പുഴ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി. നല്ല തിരക്കൊന്നുമില്ല കേട്ടോ. അത്യാവശ്യത്തിനുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾക്ക് വഴിപാടുകളൊക്കെ ഉണ്ട്. ഇവിടെ പ്രധാനം മുട്ടെറുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ വഴിപാടിന് കൊടുക്കാൻ പോവാണ്. ഇവിടെ പേപ്പർ വെച്ചിട്ടുണ്ടാവും, അതിൽ നമ്മൾ എഴുതിയിട്ട് വേണം കൊടുക്കാൻ. ഇത്രയും വഴിപാടാണ് മുട്ടെറുക്കലിലുള്ളത്. അപ്പോൾ നമ്മൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കണേ. അപ്പം നമ്മൾ മുട്ടയിറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മേടിച്ചിട്ട് പോവാം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴി ഇതിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഫോൺ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മുട്ടയിറക്കാൻ നിൽക്കുന്ന വരിയാണ് കേട്ടോ. അപ്പോൾ മുട്ടർക്ക് ഇറക്കിയിട്ട് നമ്മൾ അമ്പലക്കുളത്തിലോട്ട് പോവാണേ. ഒരു വലിയ മീനുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് മീനെ കാണാൻ. അപ്പം നമ്മൾ തൊഴുതി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഇഡലിയും ചമ്മന്തിയും സാമ്പാറും കൊണ്ടുവന്നിട്ട്. ഹലോ, അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ വന്നിട്ട് വരിക്കാശ്ശേരി മനയ്ക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വരിക്കാശ്ശേരി മനയിലുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.